നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിഷ് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഫ്രൈഡ് ചിക്കൻ. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. ഇതുപോലെ സ്ട്രൈപ്പായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഏകദേശം ഒരു 400 ഗ്രാം കാണും. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള, ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കുരുമുളക്, ഇത്രയും നല്ല രീതിയിലൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇത് എരിവുള്ള മുളക് പൊടിയാണ്, അതൊരു സ്പൂൺ ഇടുകയാണ്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് നമ്മൾ അരച്ച ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റൊക്കെയാണ്. ഇതിൽ നിന്ന് ഒരു സ്പൂൺ ഇടുകയാണ്. കുരുമുളകും ഇതിൽ തന്നെ ഉണ്ട്. പിന്നീട് ഇത് വിനാഗിരിയാണ്, ഇത് ഒരു സ്പൂൺ ഒഴിക്കുകയാണ്. 2 സ്പൂൺ ഒഴിക്കുകയാണ്. അതിനുശേഷം കുറച്ച് വെള്ളമാണ്. ഇതിന് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇത് വെള്ളത്തിൻ്റെ പാകത്തിനുള്ള ഉപ്പ് ഇടണം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ചിക്കൻ്റെ പീസുകൾ വെള്ളത്തിലൊന്ന് മുക്കി വയ്ക്കാം. ഇതിങ്ങനെ ഒരു അരമണിക്കൂർ നേരം ഇരിക്കട്ടെ. ഇത് നല്ല രീതിയിൽ ഇതിങ്ങനെ മുങ്ങിക്കിടക്കണം. ഒരു അരമണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് മൈദയാണ്, ഒരു ഗ്ലാസ് മൈദ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതൊരു സ്പൂൺ ഇടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് അതെല്ലാം ഒരു സ്പൂൺ ഇടുകയാണ്. ഇതിലേക്ക് എരിവുള്ള മുളക് പൊടിയാണിത്, ഇതൊരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടിരുന്നു. പിന്നീട് അല്പം മഞ്ഞൾപ്പൊടി ഇടാം. പിന്നീട് ഇതിലേക്ക് ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയാണ്. അതുപോലെ തന്നെ നാരങ്ങയുടെ നീര്, അതും നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ല രീതിയിൽ ഒരു പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ വെള്ളം ഇല്ലാതെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മളെല്ലാ പീസുകളും ഇതുപോലെ ഈ ബാറ്ററിലേക്ക് ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് എത്ര മണിക്കൂർ ഇരിക്കുന്നോ അത്ര നല്ലതാണ്. ഒരു ഓവർനൈറ്റ് ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരു കോട്ടിംഗ് ആവശ്യമാണ്. ഇത് 1 കപ്പ് മൈദയാണ്. പിന്നീട് ഇത് കോൺഫ്ലോർ ആണ്, 1/2 കപ്പ് കോൺഫ്ലോർ.
ഇനി ഇതിലേക്ക് ഇത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടു. അതുപോലെ തന്നെ കുരുമുളക് പൊടി, അതും ഒരു 1/2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. പിന്നീട് ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അത് 1 സ്പൂൺ ഇടുന്നുണ്ട്, ഒരു കളർ കിട്ടാനും. ആദ്യം എരിവില്ല. പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഈ പൊടിക്ക് ആവശ്യമായ ഉപ്പ്. ഇത് ബേക്കിംഗ് പൗഡറാണ്. അതൊരു 1/2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ കോട്ട് ചെയ്യണം. നമുക്കിവിടെ ഒരു പാത്രത്തിൽ, ഇത് വെള്ളമാണ്, സാധാ നോർമൽ വാട്ടറാണ്. ഇത് കുറച്ച് നമുക്ക് ആവശ്യമുണ്ട്. ഇത് കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിലേക്ക് ഈ പൊടിയൊക്കെ പിടിപ്പിക്കണം. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞെടുക്കണം. അതിനുശേഷം ഇതാ ഈ വെള്ളത്തിൽ ഒന്ന് ഇടുക. 2 വശം ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഈ വെള്ളം ശരിക്ക് ഊർത്തി കളഞ്ഞതിന് ശേഷം വീണ്ടും ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കോട്ടിങ് കൊടുക്കണം. അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഈ പൊടി ഇതുപോലെ കുടഞ്ഞെടുക്കുക. നമുക്കിത് വറുത്തെടുക്കാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിലാണ് ഇത് ഒഴിക്കുന്നത്. നമ്മുടെ ഈ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തീ കുറച്ച് കൊടുക്കാം. ഇങ്ങനെ പൊടിയിൽ മുക്കിയിട്ട് ഇത് നല്ല രീതിയിൽ ഇതുപോലെ കുടഞ്ഞെടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് ഇടുകയാണ്. ഇതല്പം എല്ലുള്ളൊരു പീസാണ്. ഒരുപാട് തിങ്ങി നിറഞ്ഞിടരുത്. ഓരോ പീസായിട്ട്, ഇത് ചെറിയ ചീനച്ചട്ടിയാണല്ലോ, അതുകൊണ്ട് ഇതിപ്പോൾ വലിയ പീസായതുകൊണ്ട് ഒരു പീസായിട്ട് എടുക്കുകയാണ്. തീ ഒന്ന് കുറച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ റെഡിയായി. നല്ല ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.